എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാണ്ട് പോകുന്നത് ജ്യോതിഷത്തിലെ വലിയൊരു അറിവാണ്. അതായത് നമ്മുടെ കുടുംബസ്വത്തോ പാരമ്പര്യ സ്വത്തുകളോ സാമ്പത്തികമായ ചില അവസരങ്ങളോ ഒക്കെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പോകുന്ന ചില നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സാമ്പത്തികമായ നേട്ടം ലഭിക്കാൻ പോകുന്ന 7 നക്ഷത്രക്കാരെക്കുറിച്ച് നമ്മളിന്ന് സംസാരിക്കും. അപ്പോൾ ചാനലിലേക്ക് വന്ന ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായം കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒരുപാട് കാലാകാലമാണ് ഈ മുടങ്ങിക്കിടന്ന നമുക്ക് സ്വത്തുക്കൾ കിട്ടാതെ മുടങ്ങിക്കിടക്കുന്നതായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്നുകിൽ വസ്തുക്കൾ കച്ചവടം ആവുന്നില്ല, അല്ലെങ്കിൽ വസ്തു കച്ചവടം കഴിഞ്ഞ് സാമ്പത്തികം കിട്ടാൻ താമസം, ജോലി കഴിഞ്ഞു സമ്പത്ത് കയ്യിലേക്ക് കിട്ടാൻ താമസം തുടങ്ങിയ പല പല പ്രശ്നങ്ങളാണ് പലരെയും ബാധിക്കുന്നത്. സാമ്പത്തികമുള്ളവരായിക്കോട്ടെ സാമ്പത്തികമില്ലാത്തവരായിക്കോട്ടെ, അവരെ രണ്ടുപേരെയും ഒരുപോലെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് സാമ്പത്തികം നമ്മുടെ അടുത്തേക്ക് വരാനുള്ള ഒരു താമസം. ആ ഒരു താമസം മാറിയിട്ട് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ അടുത്തേക്ക് സാമ്പത്തികം എത്തും. ഒന്നുകിൽ ഭൂമിയുടെ രൂപത്തിലോ മറ്റ് ലോക വസ്തുക്കൾ, സ്വർണ്ണ ആഭരണങ്ങൾ പോലുള്ളതോ, അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ സ്വത്തുക്കൾ, സ്ഥലങ്ങൾ, അങ്ങനെയുള്ള രീതിയിലായിരിക്കും അത് ലഭിക്കുക. അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്തോ പൂർവ്വ സ്വത്തോ നിങ്ങളുടെ പേരിലേക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുതിർന്ന ഒരു വ്യക്തിയുടെ കാലശേഷം നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്നതുമായ കാര്യത്തിന് ഇന്നേ തീരുമാനമുണ്ടാകുന്നതായ നക്ഷത്രം. ഒന്നാമത്തെ നക്ഷത്രം നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു ഈ ഒരു മാസവും അടുത്ത മാസവുമായിട്ട് കുടുംബ സ്വത്തുക്കൾ ഭാഗം വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഭവനത്തിൽ നടക്കേണ്ട സാധ്യത കൂടുതലാണ്. അങ്ങനെ ഭാഗം വെക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പേരും അവിടെ പരാമർശിക്കപ്പെടുന്നതാണ്. അവിടെ കൃത്യമായി നിങ്ങളുടെ ഭാഗത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും അതിനകത്ത് ഉൾപ്പെടുക, അതിനകത്തെ ഭാഗമാവുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയാനുള്ള ധൈര്യം കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഇല്ലാത്ത പക്ഷം തീർച്ചയായും നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അത് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം വളരെയധികം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആരെങ്കിലും നിങ്ങളുടെ കയ്യിലോട്ട് സമ്പത്ത് ഏൽപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾ ചെയ്ത് ജോലിക്കുള്ള കൂലിയാണെങ്കിൽ ആ ഒരു കാര്യത്തിന് തടസ്സമുണ്ടെങ്കിൽ അതും ഇത്തവണ മാറിപ്പോകുന്നതാണ്. നിങ്ങൾക്ക് ജോലി കഴിഞ്ഞാൽ അന്നേരം തന്നെ അതിൻ്റെ എമൗണ്ട് കിട്ടുന്നു. നിങ്ങളിപ്പം ജോലിക്ക് സ്ഥാപനത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ശമ്പളം കിട്ടാതെ കുടിശ്ശികയായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ വിട്ട് പോകാനായിട്ട് പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, ഇതുവരെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ മുടങ്ങിയിരിക്കുന്നു, ആ മുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ സാമ്പത്തികത്തിൻ്റെ കാര്യം കൊണ്ടാണ് മുടങ്ങിയിരിക്കുന്നതെങ്കിൽ അവയെല്ലാം വിട്ടുമാറി നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ ലഭിക്കാനുള്ളതും, അതുപോലെ വീട് വാങ്ങാനും സ്ഥലം വാങ്ങാനും വീട് പുതുക്കി പണിയാനുമുള്ള യോഗങ്ങളും ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഒപ്പം നമ്മൾ മനസ്സിലാക്കുക, സാമ്പത്തികം കയ്യിലേക്ക് വരുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സുഹൃത്തുക്കളുടെ രൂപത്തിലോ ബന്ധുക്കളുടെ രൂപത്തിലോ ഉള്ള ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം സമ്പത്ത് ലഭിച്ചു കഴിയുമ്പോൾ പലവിധ സഹായങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട്. ഈ ഒരു സമയത്ത് സമർത്ഥമായി ബുദ്ധിപരമായി നിന്നിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഒരുപക്ഷെ സഹായിച്ച് മുഴുവൻ തീർക്കാതെ നിങ്ങളുടെ കൈകളിൽ കൃത്യമായ ആവശ്യം നടത്താനുള്ള കാര്യം അവരോട് തുറന്നു പറയുക. എനിക്ക് ഇനി ആവശ്യത്തിലുള്ള എമൗണ്ടാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് തുറന്നു പറയാനുള്ള ധൈര്യവും കാണിക്കുക. അടുത്ത നക്ഷത്രക്കാരും നമുക്ക് നോക്കാം. രണ്ടാമതായിട്ട് പൂയം നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. പൂയം നക്ഷത്രക്കാർക്ക് തീർച്ചയായും ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറാനുള്ള അവസരമാണ് വരുന്നത്. ഒരു വസ്തു വാങ്ങിയിട്ട് മറ്റൊരു വസ്തുവിലേക്ക് മാറുന്ന ഒരു രീതിയാണ് വരാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ചെയ്യാനുള്ള ആ ഒരു ക്രയവിക്രയം ചെയ്യാനുള്ള സാമ്പത്തികത്തിൻ്റെ സ്ഥിതി നിങ്ങളുടെ കൈകളിലേക്ക് ഉടനെ എത്തുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും പൂർവിക സ്വത്തുക്കൾ നിങ്ങളുടെ മുകളിലേക്ക് വരാനുണ്ടെങ്കിൽ തീർച്ചയായും അതും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പാരമ്പര്യ സ്വത്തുക്കൾ, നിങ്ങളുടെ ജോലിക്ക് ഉള്ള കൂലി തുടങ്ങിയ കാര്യങ്ങൾ, മുടങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം വിജയിക്കാനായിട്ട് പോകുന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. അതുപോലെ തന്നെ വിദേശ യാത്ര പോലുള്ള കാര്യങ്ങളാണേലും, വിദേശത്തുനിന്ന് ലഭിക്കാനുള്ള സാമ്പത്തികമാണേലും, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പാസീവ് ഇൻകമായിട്ട്, അതിപ്പം വാടകയ്ക്ക് വീട് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൃഷി പോലുള്ള കാര്യങ്ങൾ നടത്തുക, ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളായിരിക്കാം. ഇതിൽ നിന്നൊക്കെയുള്ള ലാഭങ്ങളുടെ നിങ്ങളുടെ അടുത്തോട്ട് എത്താനായിട്ടുള്ള മുഴുവൻ തടസ്സങ്ങൾ പെട്ട് കിടക്കുകയായിരിക്കും. ആ ഒരു തടസ്സങ്ങളെല്ലാം വിട്ടുമാറിയിട്ട് നിങ്ങളുടെ അടുത്തോട്ട് ആ ലാഭങ്ങളെല്ലാം എത്താൻ പോകുന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതുവരെ നിങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടിനുള്ള ഉത്തരമാണ് ലഭിക്കാനായിട്ട് പോകുന്നത്. ഇതുവരെയുള്ള തടസ്സങ്ങൾ നിങ്ങൾ വിട്ടുമാറിയിട്ട് നിങ്ങൾക്ക് പുതിയൊരു രീതിയിലുള്ള അവസരങ്ങളുടെ പാതയാണ് തുറക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളെ വിജയിപ്പിക്കാനുള്ള സുഹൃത്തുക്കൾ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പോകുന്നുണ്ട്. അവരെയും കൃത്യമായി കണക്കിലെടുത്ത് മനസ്സിലാക്കി നിങ്ങളുടെ പദ്ധതികളിൽ ഉൾപ്പെടുത്താം. പക്ഷേ കൂട്ടു ബിസിനസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. സമർത്ഥമായി നിൽക്കുക എന്നുള്ള കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. അടുത്ത നക്ഷത്രം നമുക്ക് നോക്കാം. അടുത്തതായിട്ട് മകം നക്ഷത്രക്കാർക്ക് കുടുംബസ്വത്ത് കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്.
മാത്രമല്ല കുടുംബസ്വത്ത് കിട്ടുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു കാര്യത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ചോദിച്ച് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത്തരം തർക്കങ്ങളിലേക്ക് പോകാതെ നിങ്ങൾ നിൽക്കുക എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികത്തിൻ്റെ രൂപം പല രീതിയിലായിരിക്കും. ഇന്ന് കിട്ടുന്ന കാര്യങ്ങൾക്ക് ചിലപ്പം ഭാവി നല്ല വില കിട്ടുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമായിരിക്കാം ചിലപ്പോൾ ലഭിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കാം. മാത്രമല്ല ഇപ്പം വിലയില്ലാത്ത കാര്യങ്ങൾക്ക് പലതും ഭാവി വില വർദ്ധിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കാതെ കിട്ടിയ ഭാഗ്യത്തിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുള്ള യോഗമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടായിരിക്കുന്ന പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങളും സാമ്പത്തികമായ ഉയർച്ചയും നിങ്ങൾക്ക് വളരെയധികം ലഭിക്കുമെന്നും ആളുകൾ ഉത്തരവാദിത്തത്തോടു കൂടി കൂടുതൽ ജോലികൾ നിങ്ങളെ ഏൽപ്പിക്കുമെന്നുമാണ് കാണുന്നത്. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ സമർത്ഥമായി ചെയ്തു കൊടുത്ത അർഹമായ കാര്യങ്ങളും പ്രൊമോഷനും മറ്റ് ബോണസുകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ ഉണ്ടായ സ്വത്തുവക രേഖകൾ നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകും. ഒന്നുകൂടി ഒരു പരിശോധന നടത്തുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. എല്ലാ കാര്യങ്ങളും വായിച്ച് നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം തീരുമാനങ്ങൾ എടുക്കാവൂ. അല്ലാതെ സംസാരിക്കുന്ന വേളകളിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്തോ ടെൻഷനിലിരിക്കുമ്പോഴോ ദേഷ്യത്തിലിരിക്കുമ്പോഴോ ഇത്തരം കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക. അതായത് സ്വത്തുവക കാര്യങ്ങൾ, ചിലവെടുക്കുന്ന കാര്യങ്ങൾ, ജോലി, പ്രൊമോഷൻ, ശമ്പളം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ആരെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ദേഷ്യത്തിലാണെങ്കിൽ, നിങ്ങൾ മദ്യലഹരിയിലാണെങ്കിൽ, നിങ്ങൾ വിശന്നിരിക്കുമ്പോൾ, നിങ്ങൾ ഉറക്കം കിട്ടാതിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത്, നിങ്ങൾ ദേഷ്യത്തിലിരിക്കുമ്പോൾ, നിങ്ങൾ കുടുംബത്തിലെ കാര്യങ്ങൾ ഓർത്ത് ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, മറ്റൊരു സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ സമയത്തൊന്നും ഇത്തരം വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയോ അത്തരം പേപ്പറുകളിൽ സൈൻ ചെയ്യുകയോ ചെയ്യരുത്. കാരണം വെച്ചാൽ ശരിക്കും വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഓരോ കാര്യത്തിലും നിങ്ങളുടെ മുദ്രകൾ, വിരലടയാളമാണ്, വിരൽ ഫീല്, ഒപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പതിപ്പിക്കാവൂ. മറ്റ് നമ്പറുകളും രേഖകളുമൊക്കെ കൊടുക്കാവൂ. ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗത്തുള്ള എന്തെങ്കിലും ഒരു സാധ്യതക്കുറവ്, മതിയായ രേഖകളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ 2 പേരുടെ പേരിലേക്ക് കെട്ടേണ്ടതായ ചില വസ്തു വരും. സ്വത്തുവകകളൊക്കെ 2 പേരുടെ കയ്യിൽ കിട്ടുന്നതാണെങ്കിൽ അതിൻ്റെ രേഖകൾ തീർച്ചയായും പരിശോധിച്ച് ഉറപ്പിക്കേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫോൾട്ട് ഉണ്ടാകരുത്. ഇത്രയും കാര്യങ്ങൾ മകം നക്ഷത്രക്കാരെ ശ്രദ്ധിക്കണം. അടുത്ത നക്ഷത്രക്കാരും നമുക്ക് നോക്കാം. അടുത്താണ് ഉത്തരം നക്ഷത്രക്കാർ. ഉത്തരം നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൻ്റെ സാമ്രാജ്യമാണ് കെട്ടിപ്പടുന്നത്. കടമുറികൾ തുടങ്ങിയ കാര്യങ്ങളും പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന കാര്യത്തിൻ്റെ സമ്പത്തിൻ്റെ കാര്യങ്ങൾ മുടക്കാനുള്ളത്. പാർട്ട്ണർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ മുടക്കുന്നതിൽ വളരെ ജാഗ്രതയോടുകൂടി വേണം നിന്ന് ചെയ്യാനായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലാഭങ്ങളും കാര്യങ്ങളും സാമ്പത്തിക വിജയം ലഭിക്കുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നു. നിങ്ങൾക്ക് പുതിയ പുതിയ ബിസിനസ്സിലേക്ക് കടക്കാനുള്ള ഐഡിയകളും ബുദ്ധികളും നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുമെന്നും അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റുമെന്നും അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുമെന്നുമാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ചെയ്യാവൂ. അറിയാൻ പാടില്ലാത്ത ബിസിനസ് കാര്യങ്ങളാണെങ്കിൽ ചെയ്യാതിരിക്കുക. മറ്റുള്ള ഭാഗത്തുനിന്ന് കടമോ കാര്യങ്ങളോ വാങ്ങുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കുക. തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യൂ. അതുപോലെ തന്നെ വെള്ളം പോലുള്ള പല കാര്യങ്ങൾക്ക് തടസ്സം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മേടിക്കുന്ന പ്രോപ്പർട്ടിയിൽ വെള്ളത്തിനോ മറ്റ് വാഹന സൗകര്യം കയറാനുള്ള വഴി സൗകര്യത്തിനുള്ള തടസ്സങ്ങളുമുണ്ട്. അതിനെ പരിഹരിച്ച് അതിന് പറ്റുന്ന പ്രോപ്പർട്ടികളും കാര്യങ്ങളും മാത്രം വാങ്ങുക എന്നാണ് പറയാനായിട്ടുള്ളത്. ഒരു പക്ഷേ മറ്റൊരാളുടെ ഉടമസ്ഥത ഇരിക്കുന്നതിൽ മാറ്റി വരുമ്പോൾ രേഖകൾ വ്യത്യാസമോ അല്ല എങ്കിലോ ഒരുപക്ഷേ വെള്ളം പോലുള്ളതോ മറ്റുള്ളവരുടെ സഞ്ചാരത്തിലൂടെയുള്ള സമയമോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ വീട് മുറ്റത്തൂടെ പോകുന്ന പാതകളോ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾ അത്തരം പ്രോപ്പർട്ടികൾ വാങ്ങാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതിന് പരിഹാരം ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുക. ചുറ്റുമതിലോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കുമെങ്കിൽ അതും ചെയ്യുക. അടുത്ത നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാർ മറ്റുള്ള കൂട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായം കൊണ്ട് പലവിധ പ്രോപ്പർട്ടികളും കാര്യങ്ങളും നോക്കാനും പലർക്കും മേടിച്ചു കൊടുക്കുവാനും ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. ബ്രോക്കർ സിസ്റ്റത്തിൽ നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ സ്വന്തമായ കാര്യം വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മിടുക്ക് എടുക്കാനായിട്ട് പറ്റാതെ വന്നു വരാം. ഒരുപക്ഷെ നിങ്ങളുടെ കഴിവുകൾ ആ സമയത്ത് മരവിച്ചു പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് തോന്നാം. നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ആ ഒരു ത്രില്ല് നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ ചിലപ്പോൾ ലഭിക്കാതെ പോകാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് നീങ്ങുവാനായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്വന്തമായ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്വന്തം കാര്യത്തിനായതുകൊണ്ട് ഇതുവരെ ചെയ്ത് ശീലമുണ്ടാവുകയില്ല. മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കതിൻ്റെ റിസ്ക്കുകൾ നമ്മളെ ബാധിക്കാത്തതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ സ്വന്തമായ കാര്യത്തിലാകുമ്പോൾ അല്പം ഭയവും പേടിയും ടെൻഷനും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വെക്കുക. മറ്റുള്ളവർക്ക് മേടിക്കുന്നത് നിങ്ങൾക്ക് മേടിക്കുന്നത് ഒരുപോലെ തന്നെയാണെന്നും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന രീതിയിൽ മേടിക്കുന്ന രീതിയിൽ ചെയ്തെങ്കിൽ എല്ലാം വിജയം ലഭിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അവരുടെ കുടുംബ സ്വത്തുക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. മറ്റുള്ള സുഹൃത്തുക്കൾ മുഖാന്തരം മറ്റുള്ളവരുടെ പ്രോപ്പർട്ടികൾ നോക്കി നടത്താനുള്ള യോഗവും കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം മറ്റുള്ളവർ വാടകയ്ക്കോ മറ്റു കാര്യത്തിനോ താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഭവനത്തിലെ പണം വാങ്ങി വിദേശത്തേക്ക് അയക്കുന്നതായ ചില കാര്യങ്ങളും അതിൻ്റെ ഒരു കമ്മീഷൻ വക നിങ്ങൾക്ക് കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട്. അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ശമ്പള കുടിശ്ശികകൾ തുടങ്ങിയ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുമെന്നും അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നുമാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അടുത്ത നക്ഷത്രം നമുക്ക് നോക്കാം.
അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല കാലമാണ്. മാത്രമല്ല ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇത്തരം യോഗങ്ങളും ഒക്കെ ഉള്ളവരാണ്. തീർച്ചയായും കുടുംബസ്വത്ത് കൈകളിലുള്ളവരാണ്. അതുപോലെ തന്നെ ജോലിക്ക് പോയാലും പോയില്ലെങ്കിലും കുടുംബസ്വത്തും ഇഷ്ടംപോലെ വസ്തുക്കളും സ്വന്തമായി ഉള്ള ആളുകളാണ്. കൃഷിഭൂമികളൊക്കെ സ്വന്തമായി ഉള്ള ആളുകളാണ് ഉത്രാട നക്ഷത്രക്കാർ. വളരെ അവിചാരിതമായിട്ടുള്ള ആൾ മാത്രമേ ഉള്ളൂ സാമ്പത്തികം ഇല്ലാത്ത രീതി വരുന്നത്. എങ്കിലും അവർ അവരുടെ വിദ്യാഭ്യാസം കൊണ്ടോ മറ്റ് പ്രവർത്തികൾ കൊണ്ടോ സാമ്പത്തികം നേടിയെടുക്കുന്നതാണ്. സ്വത്തുകൾക്ക് ഒരു ഉടമകളാകുന്ന ആളുകളാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. എങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സ്വത്തുകൾ നേടുമ്പോൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് ആ സ്വത്ത് വേഗത്തിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ ചിലർ പെട്ടെന്ന് തന്നെ പറഞ്ഞ് പറ്റിക്കാറുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചതിയിൽ പെട്ടെന്ന് വീണു പോകുന്ന മനസ്സലിഞ്ഞു പോകുന്ന ആളുകളാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ നീങ്ങുവാൻ. ഒപ്പം നിങ്ങൾക്ക് വളരെയധികം ആരോഗ്യമുള്ളൊരു നക്ഷത്രമാണ്. അതുകൊണ്ട് ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിജയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജിംനേഷ്യം തുടങ്ങുക, യോഗ സെൻറ്റർ തുടങ്ങുക, കരാട്ട സെൻറ്റർ തുടങ്ങുക തുടങ്ങിയ കാര്യങ്ങളിലോ സ്പോർട്സ് മുഖേനയോ അല്ലെങ്കിൽ ക്ലബ്ബ് മുഖേനയോ ഉള്ള കാര്യങ്ങളോ ഒക്കെ തുടങ്ങാനും സ്ഥലങ്ങളും വീടുകളും കെട്ടിടങ്ങളും ഒക്കെ നോക്കുന്നവരാണെങ്കിൽ അതിൻ്റെ മുഴുവൻ നിയമവശങ്ങളും നോക്കി വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. കാരണം അത്തരം സ്വത്തുക്കൾ കൈകളിൽ എത്തുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ രേഖകൾ നിങ്ങളുടെ കൈവശം വേണ്ടി വരും. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം അത് നിയമക്കുരുക്കുകളിൽ പെടാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വാങ്ങും, അത്തരം നീങ്ങുക. അടുത്തായിട്ട് പുണർന്ന നക്ഷത്രക്കാരാണ് വരുന്നത്. പുണർന്ന നക്ഷത്രക്കാരുടെ കാര്യത്തിൽ വളരെയധികം സ്വത്തുവകകളും കാര്യങ്ങളും അടുത്തേക്ക് എത്താൻ സാധ്യതയുണ്ടെങ്കിലും സ്വത്തുവകകൾ മറ്റുള്ളവരുടെ കയ്യിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് മത്സരങ്ങളും പ്രശ്നങ്ങളും വരുന്നതുകൊണ്ട് സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളും സ്വന്തം നാട് വിട്ട് പോകേണ്ടതായ അവസ്ഥകളും ജീവിതത്തെ ഒരുപാട് ബാധിക്കുന്ന ഒരു നക്ഷത്രമാണ് പുണർന്ന നക്ഷത്രം. മാത്രമല്ല മറ്റുള്ളവരെ പെട്ടെന്ന് സഹായിക്കുന്ന സ്വഭാവം പുണർന്ന നക്ഷത്രക്കാർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെയധികം പെട്ടെന്ന് തന്നെ സ്വത്തുവകകളോ മറ്റ് രേഖാമൂലമുള്ള കാര്യങ്ങളോ സാമ്പത്തികമായ ജോലിയിലും ഒക്കെ തടസ്സങ്ങളും അതുപോലെ മറ്റുള്ളവർ ജോലി സ്ഥാനം തട്ടിയെടുക്കാനോ നിങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ മറ്റുള്ളവർ ചെയ്ത് കാണിച്ച് നിങ്ങൾ നിൽക്കുന്ന സ്ഥാപനത്തിലെ ഉടമയ്ക്ക് കൂടുതൽ മതിപ്പ് മറ്റുള്ളവരോട് തോന്നുകയും നിങ്ങളുടെ ജോലിയെ ബാധിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ കാര്യങ്ങളിൽ കൃത്യമായി നിങ്ങളുടെ പ്രസൻസ് വരുത്തുകയും നിങ്ങൾ തന്നെയാണ് ഈ ജോലികൾ ചെയ്തതെന്ന് കൃത്യമായി തെളിവുകൾ ശേഖരിച്ച് വെക്കുകയും അവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത സേവനം മറ്റൊരാളെ ചെയ്തെന്നുള്ള പേരിൽ മറ്റുള്ളവർ അതിൻ്റെ അവകാശം കൈയടക്കാൻ സാധ്യതയുണ്ട്. ഇത് സ്വത്തുക്കളിലായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, ശമ്പളത്തിലായിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന ബോണസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യത്തിൽ തടസ്സം വരുത്താണ്ട് മറ്റുള്ളവർ ശ്രമിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആ ശ്രമങ്ങൾ നിങ്ങളോട് പരിചയമുള്ളവരായിക്കോട്ടെ, പരിചയമില്ലാത്തവരായിക്കോട്ടെ, നിങ്ങളുടെ സഹപ്രവർത്തകരായിക്കോട്ടെ, ആരെങ്കിലും ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി തടയുക. കൃത്യമായി തെളിവുകൾ നിങ്ങൾ ശേഖരിച്ച് വെക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വലിയ നിലയിലെത്താനും പ്രൊമോഷൻ ചെല്ലാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ തെളിവുകൾ ശേഖരിച്ച് വെച്ചില്ല എങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്കായിരിക്കും അതിൻ്റെ ലാഭം കിട്ടുമെന്ന് കൂടി മനസ്സിലാക്കുക. പുതിയ ജോലിക്കും പുതിയ സ്വത്തുവകകൾ മേടിക്കുമ്പോൾ മറ്റ് നഗരങ്ങളിലോ മറ്റ് സ്ഥലങ്ങളിലോ ദൂരയാത്ര ചെയ്യേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആരോഗ്യം ക്ലിയറായി നോക്കേണ്ട ഒരു സമയം കൂടിയാണ്. കൂടുതൽ യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യത്തിലും മുന്നോട്ടിറങ്ങുമ്പോൾ ഓരോ ശ്രദ്ധയോടുകൂടി ഇറങ്ങുക. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വത്തുവകകളും കാര്യങ്ങളും വരുന്ന സമയത്ത് വളരെയധികം വഞ്ചനകൾ നടക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് മനസ്സിലാക്കുക. വീടും സ്ഥലവും ഭൂമിയും വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങൾ കെട്ടാനുള്ള യോഗങ്ങൾ വളരെയധികം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനലിൻ്റെ പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. നന്ദി.